ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, 7ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 7ാമത്തെ പാഠമാണ് ക്ലാസ് എടുക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി അർത്ഥസഹിതമാണ് ഈ PDF എഴുതിയിട്ടുള്ളത്. എല്ലാവരും അവസാനം വരെ ശ്രദ്ധിക്കുക. പാഠത്തിൻ്റെ പേര് നോമ്പ് എന്നാണ്. യജിബു സൗമു റമദാന ബി വാഹിദി മിൻ സലാസത്തിൻ. താഴെ പറയുന്ന 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായാൽ റമദാൻ നോമ്പ് നിർബന്ധമാകും. 1. കമാലു ഷഅബാന 30 യൗമൻ. ഷഅബാൻ മാസം 30 ദിവസം പൂർത്തിയാകുക. 2. റുയത്തു ഹിലാലി റമദാന. റമദാനിലെ ചന്ദ്രക്കല ഹിലാൽ കാണുക. 3. സുബൂത്തു റുയത്തി ഇൻദൽ ഖാദി വ ഇഅ്ലാനുഹു വലൗ ബി ഷഹാദത്തി അദിലിൻ വാഹിദിൻ. മാസം കണ്ടതായി ഖാദിയുടെ മുമ്പിൽ തെളിയുകയും അദ്ദേഹം അത് പ്രഖ്യാപിക്കുകയും ചെയ്യുക. ഒരു നീതിമാൻ്റെ സാക്ഷ്യം കൊണ്ടുപോലും അത് തെളിയാം. അപ്പോൾ ഈ 3 നിന്ന് ഏതെങ്കിലും ഒന്ന് കൊണ്ടുണ്ടാവും റമദാൻ നോമ്പ് നിർബന്ധമാകും. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചന്ദ്രക്കല അതായത് മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോമ്പ് ആരംഭിക്കുക. അത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നോമ്പ് അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് അത് മേഘം മുതലായവ കാരണം കാണാൻ കഴിയാതെ വന്നാൽ എന്ത് കാരണമായിട്ട്? മേഘം മൂലക്ക്. എന്നാൽ ഷഅബാൻ 30 ദിവസം പൂർത്തിയാക്കുക. യഖൂമു മഖാമ ഹുക്മിൽ ഖാദി. ഖാദി പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞല്ലോ. ആ ഖാദിയുടെ വിധിയുടെ സ്ഥാനത്ത് പരിഗണിക്കപ്പെടുന്ന 2 കാര്യങ്ങളുണ്ട്. 1. അൽ ഖബറുൽ മുതവാത്തിർ ബി റുയത്തിൽ ഹിലാലി. മാസം കണ്ടതായി ലഭിക്കുന്ന മുതവാത്തിർ വാർത്ത. അതായത് മുതവാത്തിറായ വാർത്ത എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ മാസം കണ്ടു എന്ന് പറയാം. അതായത് നിഷേധിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ആളുകൾ. ഒരുപാട് ആളുകൾ പറയുമ്പോൾ എല്ലാവരും കൂടിയും കളവ് പറയില്ലല്ലോ. ആ രൂപത്തിലുള്ള ആളുകൾ. 2. വലൊന്നുൽ ഖവിയു ബിദുഖൂലി റമദാന ബി അലാമാത്തിൻ ലാ തതഗയ്യറു അദതൻ. സാധാരണയായി മാറാത്ത വ്യക്തമായ അടയാളങ്ങളോടെ റമദാൻ ആരംഭിച്ചതായി ശക്തമായ ധാരണ ഉണ്ടാകും. ഈ 2 കാര്യങ്ങളും ഖാദിയുടെ പ്രസ്താവനയുടെ സ്ഥാനത്ത് നിൽക്കും. ഇപ്പോൾ ഒരു നാട്ടിൽ ഖാദി ഇല്ലെങ്കിലും ഈ 2 കൊണ്ടും ആ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും നോമ്പ് നിർബന്ധമാകും. സാധാരണയായി മാറാത്ത അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ ചില നാടുകളിലൊക്കെ റമദാൻ മാസം ആയാൽ പള്ളിയുടെ മിനാരത്തിൽ ലൈറ്റ് കാണാം. ചില നാടുകളിൽ ശബ്ദം പടക്കം പൊട്ടിച്ചിട്ടോ അങ്ങനെയൊക്കെ റമദാൻ മാസം ആയി എന്നറിയിക്കുന്ന ചില നാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് റമദാനിൽ മാത്രമേ ഉണ്ടാകുള്ളൂ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ആളുകൾക്ക് എന്ത് മനസ്സിലാവും? റമദാൻ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയും നോമ്പ് നിർബന്ധമാകും. ഇനി ആർക്കാണ് നോമ്പ് നിർബന്ധമാകുക എന്നുള്ളതാണ് ഇതുവരെ പറഞ്ഞത്. എപ്പോഴാണ് നോമ്പ് നിർബന്ധമാകുക എന്നുള്ളത്. യജിബു സോമു അലാ കുല്ലി മുസ്ലിമിൻ മുകല്ലഫിൻ ബാലിഗിൻ ആഖിലിൻ ഖാദിരിൻ അല സോമി. നോമ്പ് നോൽക്കാൻ കഴിവുള്ള പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള എല്ലാ മുസ്ലിമിനും നോമ്പ് നിർബന്ധമാണ്. ഇനി നോമ്പ് നിർബന്ധമില്ലാത്ത ആളുകൾ ആരൊക്കെ നോക്കാം. വലാ യജിബു സോമു അലാ മൻ യഅതി. താഴെ പറയുന്നവർക്ക് നോമ്പ് നിർബന്ധമില്ല. ആരൊക്കെ? 1. അൽ ആജിസു ലിൽ കിബരി. വാർദ്ധക്യം കാരണം നോമ്പെടുക്കാൻ കഴിയാത്ത വ്യക്തി. പ്രായാധിക്യം വയസ്സായിട്ട് നോമ്പെടുക്കാൻ കഴിയാത്ത വ്യക്തി, അവനക്ക് നോമ്പ് നിർബന്ധമില്ല. 2. വ്യക്തി അൽ മരീദുല്ലദി ലാ യുർജാ ബുർഉഹു. രോഗം മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗി. ഈ 2 പേർക്കും നോമ്പ് നിർബന്ധമില്ല. എന്നാൽ യൽസമുഹു മുദ്ദുൻ അൻ കുല്ലി യൗമിൻ. ഓരോ ദിവസത്തിനും ഓരോ മുദ്ദ് വീതം നിൽക്കണം. ഇവർ 2 പേരും. ആരൊക്കെ? വാർദ്ധക്യം കാരണം നോമ്പെടുക്കാൻ കഴിയാത്തവനും അതുപോലെ രോഗം മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗി. ഇവർ 2 പേരും നമുക്ക് നിർബന്ധമില്ല എങ്കിലും അവർക്ക് ഓരോ ദിവസത്തെ നോമ്പിനും മുദ്ദ് നിർബന്ധമാണ്. നോമ്പ് നോൽക്കൽ നിർബന്ധമില്ലാത്ത 3ാമത്തെ ആൾ അൽ ഹായിദു. ഹൈദുകാരിയാണ്. നിഫാസുകാരിയും. ആർത്തവമുള്ള സ്ത്രീയും പ്രസവാനന്തര രക്തമുള്ള സ്ത്രീ. ഇവർക്ക് 2 പേർക്കും നോമ്പ് നോൽക്കൽ നിർബന്ധമില്ല. ഹറാമാണ്. ഇവർ 2 പേരും നോമ്പ് നോൽക്കൽ ഹറാമാണ്. പിന്നെ അവർക്ക് എന്താണ് നിർബന്ധമുള്ളത്? അവർ ഖളാ വീട്ടണം. യജിബു അലൈഹിമ അൽ ഖളാ. അവർ 2 പേരും പിന്നീട് റമദാനിന് ശേഷം ഖളാ വീട്ടണം. ആ 2 നോമ്പ്, നഷ്ടപ്പെട്ട നോമ്പുകൾ ഖളാ വീട്ടണം. ഈ നോമ്പിൻ്റെ ഫർളുകൾ എന്തൊക്കെയാണ്? നമുക്ക് നോമ്പിൻ്റെ ഫർളുകൾ, ഫുറൂദ് സോമി, നോമ്പിൻ്റെ ഫർളുകൾ. നോമ്പിൽ 2 ഫർളുകളാണുള്ളത്. 1. നീയത്താണ്. നീയത്ത്. യജിബു നീയത്തു ബിൽ ഖൽബി ലി കുല്ലി യൗമിൻ. ഓരോ ദിവസത്തെയും നോമ്പിന് മനസ്സിൽ നീയത്ത് ചെയ്യണം. യുസന്നു അത്തലഫുദു ബിഹ. നീയത്ത് പറയൽ സുന്നത്താണ്. അപ്പോൾ നീയത്ത് വായ കൊണ്ട് പറയൽ സുന്നത്തും മനസ്സിൽ കരുതൽ നിർബന്ധവുമാണ്. ഷുറൂത്തു നിയത്തി ഫി സോമിൽ മഫ്റൂദി.
ഫർളാക്കപ്പെട്ടതായ നോമ്പിൻ്റെ നിയത്തിലുള്ള നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 നിബന്ധനകളാണ് ഉള്ളത്. ഫർളായ നോമ്പിൽ 2 നിബന്ധനകളാണുള്ളത്. ഒന്ന്, ഈഖാവുൻ നിയ്യത്തിലെ നിയ്യത്ത് രാത്രി തന്നെ ചെയ്യണം, അതായത് സുബഹിന് മുമ്പ് നിയ്യത്ത് കരുതണം എന്ന്. രണ്ടാമത്തത് തഈനുൻ നൗഇ, ഏത് തരത്തിലുള്ള നോമ്പാണെന്ന് നിയ്യത്തിൽ നിർണ്ണയിക്കണം, ഏത് നോമ്പാണെന്ന്. അപ്പോൾ ഫർദ് നോമ്പ് ഒരുപാടുണ്ട്. ഏതുപോലെ റമദാൻ പോലെ, നെതിരിനെങ്കിൽ നേർച്ചയുടെ നോമ്പ്, കഫാറത്തിൻ്റെ നോമ്പ്, ഇതൊക്കെ നിർബന്ധമുള്ള നോമ്പുകളാണ്. റമദാൻ നോമ്പ് നിർബന്ധമാണ്, നേർച്ചയാക്കിയാൽ ആ നോമ്പ് നിർബന്ധമാകും. പിന്നെ കഫാറത്തിൻ്റെ നോമ്പുകൾ, കഫാറത്ത് ഇൻഷാ അല്ലാഹ് അടുത്ത പാഠത്തിൽ പറയും കഫാറത്തുകൾ. അപ്പോൾ ഈ നോമ്പുകളൊക്കെയും നിർബന്ധമാണ്. അപ്പോൾ ഏത് നോമ്പാണെന്ന് അപ്പോൾ നോക്കുമ്പോൾ റമദാനിൽ നോമ്പ് നോൽക്കുന്നു അല്ലെങ്കിൽ നേർച്ചയുടെ നോമ്പാണ് നോക്കുന്നത് എന്നൊക്കെ കരുതുക. അമ്മ സോമു നഫ്ലി ഫതസിഹു നിയ്യത്തു ഖബ്ല സവാലി. അപ്പോൾ സുന്നത്ത് നോമ്പിൻ്റെ നിയ്യത്ത് ഉച്ച സമയത്തിന് മുമ്പ് ചെയ്താൽ മതിയാകും, എന്നാലും ശരിയാകും. ഫർദ് നോമ്പിൻ്റെത് രാത്രി സുബഹിന് മുമ്പ് തന്നെ ചെയ്യണം. സുന്നത്ത് നോമ്പാണെങ്കിൽ ഉച്ചയുടെ മുമ്പ്, രാത്രി നിയ്യത്ത് കരുതാൻ മറന്നാൽ, ഉച്ചൻ്റെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും പകലിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഉച്ചയുടെ മുൻപ് നിയ്യത്ത് വെച്ചാൽ ശരിയാകുന്നതാണ്. ഈ നോമ്പിൻ്റെ രണ്ടാമത്തെ ഫർള്, ഒന്നാമത്തെ നിയ്യത്ത് വെക്കുക എന്നുള്ള നിയ്യത്താണ്. രണ്ടാമത്തേത് തർക്കുൽ മുഫത്തിറാത്തി, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക. യജിബു ഇജ്തിനാബ് കുല്ലി മാ യുഫത്തിർ, നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കൽ നിർബന്ധമാണ്. അപ്പോൾ നിർബന്ധമാണെന്ന് പറയുമ്പോൾ അത് ചെയ്താൽ എന്താവും? ഹറാമാണ്, ശിക്ഷ ഉണ്ടാവും. വഹിയ, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഒന്ന്, അൽ ജിമാഉ, ലൈംഗിക ബന്ധം, സംയോഗം ചെയ്യുക. അത് ഭാര്യയും ഭർത്താവും ഇവർ തമ്മിൽ എന്ത് ചെയ്യുക? ലൈംഗികമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നോമ്പ് മുറിയുന്ന കാര്യമാണ്, അത് ഹറാമാണ്. അതായത് ചുംബിക്കുക, കെട്ടിപ്പിടിക്കുക, ഇതൊന്നും ജിമായിൽ പെടും. ജിമാ ആകുമ്പോൾ പുരുഷൻ്റെ, ആണിൻ്റെ മൂത്രം വയ്ക്കുന്ന അവയവം സ്ത്രീയുടെ അവയവത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോഴാണ് ജിമാവ് എന്ന് പറയുക. അങ്ങനെ ഒരാൾ പകലിൽ ചെയ്താൽ നോമ്പ് മുറിയും, അത് ഹറാമാണ്. രണ്ടാമത്തേത്, നോമ്പ് മുറിയുന്ന രണ്ടാമത്തെ കാര്യം അൽ ഇസ്തിംന, സ്വയംഭോഗം ചെയ്യുക, മാസ്റ്റർബേഷൻ. സ്വന്തം കൈകൊണ്ടോ അല്ലെങ്കിൽ മറ്റാരുടെയും കൈകൊണ്ടൊക്കെയും അല്ലെങ്കിൽ എങ്ങനെയായിട്ടും മനി പുറപ്പെടുവിക്കുക, അതും ഹറാമാണ്. അത് പകലിൽ ഒരാൾ ചെയ്താൽ, നോമ്പുകാരനായിട്ട് ചെയ്താൽ നോമ്പ് മുറിയുന്നതാണ്. നോമ്പ് മുറിയുന്ന മൂന്നാമത്തെ കാര്യം അൽ ഇസ്തിഖാഅത്തു, മനഃപൂർവ്വം, അൽ ഖൈഉ അംദ്, മനഃപൂർവ്വം ഛർദ്ദിക്കുക, ഉണ്ടാക്കി ഛർദ്ദിക്കുക. അപ്പോൾ വായിലേക്ക് വിരലിട്ടിട്ടോ കൈയിട്ടിട്ടോ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക? ഉണ്ടാക്കി ഛർദ്ദിക്കുക. നോമ്പ് മുറിയുന്ന നാലാമത്തെ കാര്യം ദുഖൂലു ഐന് ഇലൽ ജോഫി, പുറത്തുനിന്നുള്ള ഒരു വസ്തു ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് എത്തുക, ചേരുക. അപ്പോൾ ഇത് വെള്ളം കുടിച്ചാലും ഇനി ഇഞ്ചക്ഷൻ ചെയ്താലും, ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഞരമ്പിലേക്ക്, ഇതൊക്കെ എന്താവും? നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളാണ്. എപ്പോഴാണ് നോമ്പ് മുറി? ഈ കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങളും, നോമ്പ് മുറിയുന്ന ഈ 4-ൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ എപ്പോഴാണ് നോമ്പ് മുറിയുക? അതെ, യബ്തുലു സൗമു മൻ ഫഅല ഹാദിഹിൽ മുഫത്തിറാത്തി വഹുവ ആമിദുൻ ആലിമുൻ മുഖ്താർ. നാലാമത്തത് ഇബ്തിലാഉൽ മുബ്തലാ ബിദമി ലിസ്സത്തിഹി റീഖൻ മുതനജ്ജിസൻ ബിഹി വലം യഖ്ദിർ അലാ മജ്ജിഹി. മോണയിൽ നിന്നുള്ള രക്തം കലർന്നതിനാൽ അശുദ്ധമായ ഉമിനീർ പുറത്തേക്ക് തുപ്പാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് വിഴുങ്ങിയാൽ നോമ്പ് മുറിയുകയില്ല എന്നാണ്. ഇബ്തിലാഉ, വിഴുങ്ങുക, അൽ മുബ്തലാ ബിദമി ലിസ്സത്തിഹി റീഖൻ മുതനജ്ജിസൻ ബിഹി, മോണയിൽ നിന്നുള്ള രക്തം കലർന്നതിനാൽ അശുദ്ധമായ ഉമിനീർ വിഴുങ്ങുക. ഇപ്പോൾ വലം യഖ്ദിർ അലാ മജ്ജിഹി, അത് തുപ്പിക്കളയാൻ കഴിയുകയും ചെയ്തില്ല, എന്നാൽ നോമ്പ് മുറിയുകയില്ല. അഞ്ചാമത്തെ നോമ്പ് മുറിയാത്ത കാര്യം ദുഖൂലു മായിൻ ഇലൽ ജോഫി, വെള്ളം ഉള്ളിലേക്ക് പ്രവേശിക്കുക. ആരുടെ? ലിമൻ ഇഗ്തസല ലിനഹ്വി ജനാബത്തിൻ, ജനാബത്ത് പോലോത്തതിന് വേണ്ടി കുളിക്കുന്നവൻ്റെ ഉള്ളിലേക്ക് വെള്ളം പ്രവേശിച്ചാലും നോമ്പ് മുറിയുകയില്ല. ബിലാൻ അബിമാസ്, എങ്ങനെ? മുങ്ങാതെ മുങ്ങി കുളിച്ചാൽ നോമ്പ് മുറിയും. മുങ്ങാതെ ഒരാൾ കുളിച്ചു, ഫർള, ജനാബത്തിന് വേണ്ടിയുള്ള കുളി എന്ന് പറഞ്ഞാൽ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ജിമാഅ് ചെയ്ത, സംയോഗം ചെയ്യുകയോ അല്ലെങ്കിൽ മനി പുറപ്പെടുവിക്കുകയോ ചെയ്താലെന്താവും? ജനാബത്തുകാരനാണ്. അപ്പോൾ ജനാബത്തിന് വേണ്ടി കുളിച്ച് നിർബന്ധമാണ്. അങ്ങനെ കുളിച്ചാൽ, ആ നിർബന്ധിതമായ കുളിച്ചാൽ അറിയാതെ ഉള്ളിലേക്ക് എന്ത് വെള്ളം പോയാൽ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഈ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നവന് നോമ്പ് മുറിയും. അതൊക്കെ 3 നോമ്പ് മുറിയാൻ 3 എന്താ? മനഃപൂർവ്വം ചെയ്തായിരിക്കണം. മറ്റൊന്ന് അറിഞ്ഞുകൊണ്ട്. മനഃപൂർവ്വം എന്ന് പറഞ്ഞാൽ ഇത് മറന്നുകൊണ്ടല്ല, അറിഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവനക്ക് നോമ്പ് മുറിയുന്ന കാര്യമാണെന്ന് അറിയുന്നില്ല, അറിയാതെ ചെയ്തു പോയതാ, എന്നാൽ നോമ്പ് മുറിയും. അതുപോലെ സ്വന്തം ഇഷ്ടപ്രകാരം മറ്റൊരാൾ അവനെ ഭീഷണിപ്പെടുത്തിയിട്ടോ അങ്ങനെയൊക്കെ നോമ്പ് മുറിക്കാൻ പറഞ്ഞാലല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം നോമ്പ് മുറിയുന്ന കാര്യം ചെയ്താൽ നോമ്പ് മുറിയും. ലാ യബ്തുലു സൗമുൻ നാസി വലൽ ജാഹിലി ബി ഹുക്മി തഫ്തീരി വലൽ മുക്രഹി,
മറന്നുപോയ വ്യക്തിയുടെ നോമ്പ് മുറിയുകയില്ല. ലാ യുബ്തുലു സൗമുന്നാസി, മറന്നുപോയ വ്യക്തിയുടെ നോമ്പ് മുറിയില്ല. വലൽ ജാഹിലി ബി ഹുക്മി തഫ്തീർ, നോമ്പ് മുറിക്കുന്ന കാര്യമാണെന്ന് അറിയാത്ത വ്യക്തിയുടെയും നോമ്പ് മുറിയില്ല. വലൽ മുക്റഹി, നിർബന്ധിതനായ വ്യക്തിയുടെയും നോമ്പ് മുറിയുകയില്ല. ഈ മൂന്നാളുടെയും നോമ്പ് മുറിയില്ല. ഉമൂറുൻ ലാ യുഫ്തിറു ബിഹ സ്സായിമു, നോമ്പ് മുറിക്കാത്ത കാര്യങ്ങൾ. ഈ കാര്യങ്ങളുണ്ടായ നോമ്പ് മുറിയും. ഒന്ന് അൽ ഇഹ്തിലാം, ഖുറൂജുൽ മനിയായും, ഉറക്കത്തിൽ സ്വാഭാവികമായി ശുക്രം പുറത്ത് സ്വപ്നസ്കലനം ഉണ്ടാകാൻ, എന്നാൽ നോമ്പ് മുറിയില്ല. അത് മനി പുറപ്പെട്ടാൽ, ഉറക്കത്തിലൊക്കെ ചില ആളുകൾക്ക് പ്രായപൂർത്തിയായാൽ ഉറക്കത്തിൽ ചിലപ്പോൾ സ്ഖലനം ഉണ്ടാവും, അപ്പോൾ മുറിയില്ല. എന്നാൽ മനഃപൂർവ്വം മനി പുറപ്പെടുവിച്ചാൽ, മുകളിൽ പറഞ്ഞ ഇസ്തിംനാ, എന്നാൽ നോമ്പ് മുറിയും, അത് ഹറാമുമാണ്. രണ്ടാമത്തെ നോമ്പ് മുറിയാത്ത കാര്യം അൽ ഇൻസാരു ബിൻ നളരി അവൽ ഫിക്കരി, നോക്കുകയോ ചിന്തിക്കുകയോ ചെയ്തതിൻ്റെ ഫലമായി ശുക്രം പുറത്തു വന്നാൽ നോമ്പ് മുറിയുകയില്ല. ഒരു അന്യ സ്ത്രീയെ നോക്കി, ഒരു പെണ്ണിനെ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ ആലോചിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുക, ചിന്തിച്ച് ഒരാളുടെ മനി പുറപ്പെട്ടാൽ നോമ്പ് മുറിയില്ല. മൂന്നാമത്തെ അൽ ഖൈഉ ബിലാ അംദിൻ, മനഃപൂർവ്വമല്ലാതെ ഛർദ്ദിക്കുക. ഇതാലം യഊദ് മിൻഹു ഷൈഉൻ ഇല ജൗഫി, അതിൽ നിന്ന് ഒന്നും തിരിച്ച് ശരീരത്തിനുള്ളിലേക്ക് പോകാതിരിക്കുകയും ചെയ്താൽ നോമ്പ് മുറിയില്ല. ഒരാൾ മനഃപൂർവ്വമല്ലാതെ ഛർദ്ദിക്കുകയും അതിൽ നിന്ന് ഒന്നും തിരിച്ച് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടില്ലെങ്കിൽ നോമ്പ് മുറിയുകയില്ല. നോമ്പ് മുറിയാത്ത നാലാമത്തെ കാര്യം ഇബ്തിലാഉ മുബ്തല ബിദമി ലിസ്സത്തിഹി റിയഖൻ മുതനജസം ബിഹി വലം യഖ്ദിർ അലാ മുജ്ഹി, വായുടെ മോണയിൽ നിന്നുള്ള രക്തം കലർന്നതിനാൽ മുത്തനജിസായ ഉമനീരുണ്ടാവുമല്ലോ, രക്തം കലർന്ന മുത്തനജിസായ ഉമനീര്, അത് തുപ്പാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് വിഴുങ്ങിയാൽ നോമ്പ് മുറിയൂലാണ്. തുപ്പാൻ കഴിഞ്ഞിട്ടും വീണ്ടും അത് ഇറക്കിയാലോ, അപ്പോൾ നോമ്പ് മുറിയും. അഞ്ചാമത്തത് ദുഖൂലു മാഇൻ ഇലൽ ജൗഫി ലിമൻ യഗ്തസല നഹവി ജനാബത്തിൻ ബിലാ ഇൻഇമാസിൻ, ജനാബത്ത് പോലത്തെ കാര്യത്തിന് വേണ്ടി മുങ്ങാതെ കുളിച്ചാൽ, അവൻ്റെ ഉള്ളിലേക്ക് വെള്ളം പ്രവേശിച്ചാൽ നോമ്പ് മുറിയൂലാണ്. അപ്പോൾ ജനാബത്ത് കുളി എന്ന് പറഞ്ഞാൽ നിർബന്ധമായ കുളിയാണ്. അതായത് നിർബന്ധമായിട്ടുള്ളൊരു കുളി ഒരാൾ കുളിക്കുകയാണ്. ഇപ്പോൾ പകലിൽ, രാത്രിയല്ല, പകലിൽ ഒരാൾ നിർബന്ധമായ കുളി കുളിക്കുക. ജനാബത്ത് കുളി എന്ന് പറഞ്ഞാൽ ജിമാഅ് ചെയ്താൽ, സംയോഗം ചെയ്യുകയോ അല്ലെങ്കിൽ മനി പുറപ്പെട്ടാലൊക്കെയും നിർബന്ധമാകുന്ന കുളിയാണ് ജനാബത്ത് കുളി. ആ ഒരു കുളി ഒരാൾ പകലിൽ കുളിക്കുമ്പോൾ ഉള്ളിലേക്ക് വെള്ളം പോയാൽ അതുകൊണ്ട് പ്രശ്നമില്ല, നോമ്പ് മുറിയൂല. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പാഠത്തിൽ പറഞ്ഞിട്ടുള്ളത് റമദാൻ നോമ്പ് 3 കാര്യങ്ങൾ. റമദാൻ നോമ്പ് ആരംഭിക്കാൻ 3 കാര്യങ്ങളാണ്. ഒന്ന് ശഅബാൻ 30 ദിവസം പൂർത്തിയാക്കുക, അല്ലെങ്കിൽ റമദാൻ മാസം കാണുക. മൂന്നാമത്തേത് ഖാദിയുടെ മുമ്പിൽ മാസം കണ്ടതായി തെളിയുകയും ഖാദി പ്രഖ്യാപിക്കുകയും ചെയ്യുക. നോമ്പ് നിർബന്ധമുള്ളവർ ഒന്ന് മുസ്ലിം ആയിരിക്കണം, പ്രായപൂർത്തിയായിരിക്കണം, ഉള്ളവർക്കും ബുദ്ധി വേണം, നോമ്പെടുക്കാൻ കഴിവ് വേണം. ഈ നോമ്പ് നിർബന്ധമില്ലാത്ത വിഭാഗങ്ങൾ, ഒന്ന് വാർദ്ധക്യം കാരണം കഴിവില്ലാത്തവർ, മറ്റൊന്ന് മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗി. ഇവർ രണ്ടുപേരും ഓരോ ദിവസത്തെ നോമ്പിനും ഓരോ മുദ്ദ് വീതം നൽകണം. പിന്നെ നോമ്പ് നിർബന്ധമില്ലാത്ത മറ്റൊരു വിഭാഗം ഹൈദകാരിയും നിഫാസുകാരിയുമാണ്. അവർ പിന്നീട് ഖളാ വീട്ടുകയാണ് ചെയ്യേണ്ടത്. നോമ്പിൻ്റെ ഫർളുകൾ 2 എണ്ണമാണ്. ഒന്ന് നിയ്യത്ത്, 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെ? ഒന്ന് സംയോഗം ചെയ്യുക, 2 മനി പുറപ്പെടുവിക്കുക, 1 ഉണ്ടാക്കി ഛർദ്ദിക്കുക, 4 ശരീരത്തിനുള്ളിലേക്ക് വളരെയും പ്രവേശിക്കുക. എപ്പോഴാണ് നോമ്പ് മുറിയുക? മനഃപൂർവ്വം അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് സ്വയിഷ്ടപ്രകാരം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്താൽ, ഈ 4 എണ്ണം ചെയ്താൽ നോമ്പ് മുറിയും. എപ്പോഴാണ് നോമ്പ് മുറിയാതിരിക്കുക? മറന്നിട്ടാണ് ഒരാൾ ഈ 4 കാര്യങ്ങൾ ചെയ്തതെങ്കിൽ നോമ്പ് മുറിയില്ല. അതുപോലെ നോമ്പ് മുറിയുന്ന കാര്യമാണെന്ന് അറിയാതെയാണ് ചെയ്തെങ്കിലും നോമ്പ് മുറിയില്ല. നിർബന്ധിതനായ വ്യക്തിയുടെയും ഇതൊക്കെ ഒരാളുടെ നിർബന്ധത്തിന് വാങ്ങിക്കൊണ്ട്, ഒരാളുടെ ഭീഷണിക്ക് വാങ്ങിക്കൊണ്ടാണ് ചെയ്തതെങ്കിലും നോമ്പ് മുറിയില്ല. നോമ്പ് മുറിക്കാത്ത കാര്യങ്ങൾ ഉറക്കത്തിൽ സ്വാഭാവികമായി ശുക്രം മനി പുറപ്പെടുക, സ്വപ്നസ്ഖലനം ഉണ്ടായാൽ നോമ്പ് മുറിയില്ല. രണ്ടാമത് നോക്കുകയോ ചിന്തിക്കുകയോ ചെയ്തതിന് ഫലമായി മനി പുറപ്പെട്ടാൽ നോമ്പ് മുറിയില്ല. 3 മനഃപൂർവ്വമല്ലാതെ ഛർദ്ദിക്കുകയും അതിൽ നിന്നൊന്നും തിരിച്ച് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോകാതിരിക്കുകയും ചെയ്താലും നോമ്പ് മുറിയില്ല. 4 മോണയിൽ നിന്നുള്ള രക്തം കലർന്നതിനാൽ അശുദ്ധമായ മുത്തനജ്ജിസായ ഉമനീര് വായുടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയാലും നോമ്പ് മുറിയൂല. 5 ജനാബത്ത് പോലുള്ള നിർബന്ധിതമായ കുളിയുടെ കാരണത്താൽ ശരീരം വെള്ളത്തിൽ മുഴുവനായി മുക്കാതെ കുളിക്കുന്നതിനിടെ വെള്ളം ശരീരത്തിലേക്ക് പ്രവേശിച്ചാലും നോമ്പ് മുറിയൂല. ഈ തദ്രീബാത്ത് ചോദ്യോത്തരങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ഇഖ്തിരി സഹിഹ, ശരിയുത്തരം തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ ചോദ്യം യജിബു സൗമു റമദാന ഇതാ, റമദാൻ നോമ്പ് നിർബന്ധമാകുന്നത് എപ്പോൾ? 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കമുല ഷവ്വാലുൻ സലാത്തിനെയും, ഷവ്വാൽ 30 പൂർത്തിയായാൽ. രണ്ടാമത്തെ റുയ്യ ഹിലാലു ഷാബാൻ മാസപ്പിറവി കണ്ടാൽ. 3 സബത്തത്ത് റുയ്യത്തു ഹിലാലി റമദാന എന്തൽ ഖാദി, റമദാൻ മാസപ്പിറവി കണ്ടതായി ഖാദിയുടെ അടുത്ത് സ്ഥിരീകരിച്ചാൽ. അതെ, അപ്പം 3ാമത്തതാണ് ശരിയായ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം അൽ ഹായിദു, ആർത്തവമുള്ള സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ലാ തഖ്ദി, അവൾ ഖളാ വീട്ടേണ്ടതില്ല. ആർത്തവമുള്ള സ്ത്രീക്ക് നോമ്പ് നോൽക്കൽ ഹറാമാണല്ലോ.
പിന്നീട് എന്ത് ചെയ്യേണ്ട, അവൾ ഖളാ വീട്ടേണ്ടതില്ല. രണ്ടാമത്തെ ഓപ്ഷൻ തഖ്ളീ ബഅദ റമദാൻ, റമദാൻ ശേഷം നോമ്പ് ഖളാ വീട്ടണം. മൂന്നാമത്തെ തുത്ഇമു അൻ കുല്ലി യൗമിൻ, ഓരോ ദിവസത്തിന് തൊട്ടും അവർ ഭക്ഷണം നൽകണം എന്നാണ്. ശരി ഉത്തരം എന്താ? രണ്ടാമത്തെ തഖ്ളീ ബഅദ റമദാന, റമദാന് ശേഷം ഖളാ വീട്ടണം എന്നാണ് ശരിയായ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, മിൻ മുഫത്തിറാത്തി സൗമി, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ പെട്ടത്. ഒന്ന് അൽ ഖൈഉ ബിലാമതി, മനഃപൂർവ്വമല്ലാതെ ഛർദ്ദിക്കുക. രണ്ടാമത്തെ അൽ ഇസ്തിനാ, സ്വയംഭോഗം ചെയ്യുക. മൂന്നാമത്തെ അൽ ഇഹ്തിലാമു, ഉറക്കത്തിൽ സ്വപ്നസ്ഖലനം സംഭവിക്കുക. ശരിയായ ഉത്തരം എന്താ? ഇസ്തിനാ, സ്വയംഭോഗം ചെയ്താൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾപ്പെട്ടതാണ്. ഇനി രണ്ടാമത്തെ എന്താ? അല്ലാഹു അലാമത്ത ശരിയും തെറ്റും അടയാളപ്പെടുത്തുക. ഒന്ന് യുഷ്തറത്തു തഅയീനു നിയ്യത്തി ഫി സൗമി റമദാന, റമദാൻ നോമ്പിൻ്റെ നിയ്യത്തിൽ ഏത് നോമ്പാണ് എന്ന് പ്രത്യേകം നിശ്ചയിക്കേണ്ടതുണ്ട്. അത് ശരിയാണ് ഈ പറഞ്ഞത്. രണ്ടാമത് യജൂസു തഅഖീറു നിയ്യത്തി സൗമി റമദാന ഇലാ മാ ബഅദ സവൽ, റമദാൻ നോമ്പിൻ്റെ നിയ്യത്ത് ളുഹൂറിന് ശേഷത്തേക്ക് വൈകിപ്പിക്കുന്നത് അനുവദനീയമാണ്. ഇത് ശരിയല്ല, തെറ്റാണ്. മൂന്നാമത്തത് അൽ ഇഹ്തിലാമു ഫി നഹാരി ഫത്ർ, പകൽ സമയത്ത് ഉറക്കത്തിൽ സ്വപ്നസ്ഖലനം സംഭവിച്ചാൽ നോമ്പ് മുറിയും. ഇത് തെറ്റാണ്. നാലാമത്തെ അൽ ഖൈഉ ഇദാ ഗലബ സ്വായിമ ലാ യഫ്തിർ, നോമ്പുകാരൻ നിയന്ത്രിക്കാനാകാതെ സ്വാഭാവികമായി ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയുകയില്ല. ഈ പറഞ്ഞത് ശരിയാണ്. മൂന്നാമത് അജിബ്, ഉത്തരം എഴുതുക. മത്താ യജിബു സൗമു റമദാന, റമദാൻ നോമ്പ് എപ്പോഴാണ് നിർബന്ധമാകുക? ഉത്തരം കമാലു ഷാബാന സലാസിന യോമൻ, ഷാബാൻ 30 ദിവസം പൂർത്തിയാകുക. വറുയത്തു ഹിലാജ് റമദാന, റമദാൻ മാസപ്പിറവി കാണുക. വസുബൂത്തു റുയത്ത് ഇന്ദൽ ഖാദി വൈലാനുഹ, ഖാദിയുടെ അടുത്ത മാസപ്പിറവി സ്ഥിരീകരിക്കുക. ഇതാണ് ശരിയായ ഉത്തരം. രണ്ടാമത് ചോദ്യം, അല്ലദീന ലാ യജീബു അലൈഹിം അസിയാമു മൻഹും, ആർക്കാണ് നോമ്പ് നിർബന്ധമില്ലാത്തത്? ഉത്തരം അൽ ആജിസു ലിൽ കിബരി, വാർദ്ധക്യ കാരണം നോമ്പെടുക്കാൻ കഴിയാത്തവൻ. വൽ മരീദുല്ലദി ലാ യുർജാ ബുർഉഹു, രോഗം ഭേദപ്പെടുമെന്ന് സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗി. വൽ ഹൈദു, ഹൈദുകാരി. വൽ നിഫസാവു, നിഫാസുകാരി. മൂന്നാമത്തെ ചോദ്യം, ഉദ്കുർ അർബഅത്തൻ മിൻ മുഫത്തിറാത്തി സൗമി, നോമ്പ് മുറിക്കുന്ന 4 കാര്യങ്ങൾ പറയുക. അൽ ജിമാഉ, ലൈംഗിക ബന്ധം. അൽ ഇസ്തിംനാഉ, സ്വയംഭോഗം. അൽ ഇസ്തിഖാദത്തു, മനഃപൂർവ്വം ഛർദ്ദിക്കുക. ദുഖൂലു ഐൻ ഇലൽ ജോഫി, ഒരു വസ്തു ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക. നാലാമത്തെ ചോദ്യം, ഉദ്കുർ സലാസത്ത ഉമൂരിൻ ലാ തുഫത്തറു സൗമു, നോമ്പ് മുറിക്കാത്ത 3 കാര്യങ്ങൾ പറയുക. ഒന്ന് അൽ ഇഹ്തിലാമു, ഉറക്കത്തിൽ സ്വപ്നസ്ഖലനം സംഭവിക്കുക. രണ്ടാമത്തെ അൽ ഇൻസാലി ബിൻ നദരി അബിൽ ഫികരി, നോക്കുകയോ ചിന്തിക്കുകയോ ചെയ്തത് മൂലം സ്വപ്നസ്ഖലനം സംഭവിക്കും. മൂന്നാമത് ഖൈഉ ബിലാ അംദിൻ, മനഃപൂർവ്വമല്ലാതെ ഛർദ്ദിക്കുക. അതിൽ നിന്ന് ഒന്നും തിരിച്ചു പോയി ഉള്ളിലേക്ക് പ്രവേശിക്കാതിരുന്നാൽ. നാലാമത്തത് സിൽബിൽ മുനാസബി, ശരിയായത് ചേർക്കുക എന്ന. അത് ഉത്തരം. ഒന്നാമത്തെ റുയത്തു ഹിലാ റമദാൻ മാസപ്പിറവി കാണൽ. സബബു വുജൂബി സുന്നത്തി, നോമ്പ് നിർബന്ധമാകാനുള്ള കാരണമാണ് റമദാൻ മാസപ്പിറവി കാണൽ. രണ്ടാമത്തെ അൽ ഇസ്തിഖാഅത്തു, മനഃപൂർവ്വം ഛർദ്ദിക്കൽ. അതിന് ശരിയായ ഉത്തരം എന്താ? മിൻ മുഫത്തിറാത്ത്, അത് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് മനഃപൂർവ്വം ഛർദ്ദിക്കുക. അൽ ഇഹ്തിലാം, സ്വപ്നസ്ഖലനം. ലാ യഫ്തിർ, നോമ്പ് മുറിക്കുകയില്ല. ഇത്രയാണ് ഈ പാഠത്തിലുള്ളത്. എല്ലാവരും നന്നായി പഠിക്കുക.